ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട്, നമ്മളുടെ മുഖത്ത്, ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ സർവശക്തനായ ദൈവമാണ്. സകല മേഖലകളിലും ശക്തനായ സർവശക്തനായ ദൈവം, ആ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ അവസ്ഥ എന്തായിരിക്കണമെന്ന് ആ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്. വചനം പറയുന്നു, നീ എൻ്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നത് കുറ്റമറ്റവനായിട്ട് പ്രവർത്തിക്കണം. കുറ്റമറ്റവനായിട്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ കുറ്റമറ്റവനായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ സ്വന്തമായ കഴിവ് കൊണ്ടോ മനസ്സിൻ്റെ ബലം കൊണ്ടോ കുറ്റമറ്റവനായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറ്റമറ്റവനായിട്ട് ജീവിക്കണമെങ്കിൽ അവന് വേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നാം ഓരോരുത്തരും നയിക്കുവാൻ തീരുമാനമെടുത്താൽ, ആ പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതം നാം ഓരോരുത്തരും നയിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവനായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം കുറ്റമറ്റവനായിട്ട് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ഈ ലോകത്തിൻ്റെ പലതും സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള മത്സരം, നെട്ടോട്ടം, മാത്സര്യബുദ്ധിയോടെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നാം നെട്ടോട്ടം ഓടുമ്പോൾ പല മേഖലകളിലും നമുക്ക് വിജയമുണ്ടാകും, പല മേഖലകളിലും പരാജയമുണ്ടാകും. പരാജയമുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം കടൽ പോലെ അതിഭയങ്കരമായ കോളുകൾ വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കുവാൻ തുടങ്ങും. ആ പരാജയത്തിൽ നിന്ന് നമ്മൾ വിജയത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമ്മൾ കള്ളക്കച്ചവടമായി, കരിഞ്ചന്തയായി, വെട്ടിപ്പായി, തട്ടിപ്പായി എന്ന് വേണ്ട സകല തിന്മകളുടെയും പിന്നാലെ പോകാൻ നമുക്ക് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവനായിട്ട് കഴിയുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറ്റമറ്റവനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നാം ഓരോരുത്തരും രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെ ആണെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നാം ക്രമപ്പെടുത്തുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് സർവശക്തനാണ്. അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുന്നത് കുറ്റമറ്റവനായിട്ടായിരിക്കണമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഒരു കുറ്റമറ്റ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.